everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 28th lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about exemption for long-term capital gain on investment of the consideration in residential house, which comes under section 54F of Income Tax Act 1961. And in this lecture, we are going to discuss a problem on exemption for long-term capital gain on investment of the consideration in residential house, which comes under section 54F of Income Tax Act 1961. This is a head which comes under capital gains exempt from tax. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എ സെൽസ് ജ്വല്ലറി ഓൺ 15th June 2019 for ₹10,10,000. Cost of the jewellery to Mr. A on 25th May 2002 was ₹94,500 and brokerage paid on sale of it is ₹10,000. On 15th December 2019, he purchased a residential house for ₹5 lakhs. On 15th June 2019, he owns one residential house. The cost inflation index for 2002-03 was 105 and for 2019-20 it was 289. Mr. A 15th June 2019 എന്ന ഡേറ്റിൽ 10,10,000 rupeesന് ജ്വല്ലറി വിറ്റു. ഈ ജ്വല്ലറി മിസ്റ്റർ എ 25th May 2002 പർച്ചേസ് ചെയ്തപ്പോൾ പേ ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 94,500 റുപ്പീസാണ്. അതായത് 94,500 റുപ്പീസിനാണ് 25th May 2002 ഈ വിറ്റ ജ്വല്ലറി മിസ്റ്റർ എ പർച്ചേസ് ചെയ്തത്. ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ് ഓൺ സെയിൽ ഓഫ് ഇറ്റ് ഈസ് ₹10,000. ആൻഡ് ഇപ്പോൾ 15th June 2019 10,10,000 rupeesന് മിസ്റ്റർ എ ജ്വല്ലറി വിറ്റപ്പോൾ പേ ചെയ്ത ബ്രോക്കറേജ് എന്ന് പറയുന്നത് 10,000 rupees-ആണ്. ആൻഡ് 15th December 2019 എന്ന ഡേറ്റിന് മിസ്റ്റർ എ ഒരു റെസിഡൻഷ്യൽ ഹൗസ് 5 lakhs rupeesന് പർച്ചേസ് ചെയ്തു. 15th June 2019 എന്ന ഡേറ്റിൽ മിസ്റ്റർ എ ഓൺ ചെയ്യുന്നത് 1 റെസിഡൻഷ്യൽ ഹൗസ് ആണ്. ആൻഡ് 2002-03 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. 2019-20 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. 2002-03 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 105 ആണ്. 2019-20 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. ഓക്കെ. Find out the capital gain chargeable to tax for the assessment year 2020-21. അസസ്മെൻറ്റ് ഇയർ 2020-21 ടാക്സബിൾ ആകുന്ന ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇതുകൂടാതെ ഇവിടെ 2 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഈ 2 സിറ്റുവേഷനിലും ടാക്സബിൾ ആകുന്ന ക്യാപിറ്റൽ ഗെയിനും കമ്പ്യൂട്ട് ചെയ്യണം. ആൻഡ് ഏത് ഇയറിലേക്കാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആകുന്നത് എന്നുള്ളതും കണ്ടെത്തണം. നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ ഇസ് അസ്യൂമിംഗ് ദാറ്റ് മിസ്റ്റർ എ സെൽസ് ദ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് ബിഫോർ 50th June 2022. വാട്ട് വിൽ ബി ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഫോർ വിച്ച് ഇയർ? അതായത് 50th June 2022 മുൻപായി മിസ്റ്റർ എ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുകയാണ് എങ്കിൽ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയായിരിക്കും? ആൻഡ് ഏത് ഇയറിലേക്കാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആകുന്നത്? ആൻഡ് ദ സെക്കൻഡ് സിറ്റുവേഷൻ ഇസ് അസ്യൂമിംഗ് ദാറ്റ് മിസ്റ്റർ എ പർച്ചേസസ് എനി അതർ റെസിഡൻഷ്യൽ ഹൗസ് ബിഫോർ 50th June 2021 ഓർ കൺസ്ട്രക്ട്സ് എനി അതർ റെസിഡൻഷ്യൽ ഹൗസ് ബിഫോർ 50th June 2022. വാട്ട് വിൽ ബി ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഫോർ വിച്ച് ഇയർ? അതായത് 50th June 2021 മുൻപായി മിസ്റ്റർ എ മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ 50th June 2022 മുൻപായി മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിൽ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് എത്രയായിരിക്കും? ആൻഡ് ഏത് ഇയറിലേക്കാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ ആകുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. ഇവിടെ ജ്വല്ലറിയുടെ സെയിലാണ് നടന്നത്. ആൻഡ് ജ്വല്ലറി സെയിൽ നടന്നപ്പോൾ റിസീവ് ചെയ്ത കൺസിഡറേഷൻ 10,10,000 rupees-ആണ്. അതായത് ഇത് തന്നെയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ജ്വല്ലറി ഈസ് 10,10,000 rupees. ഇനി ഈ ജ്വല്ലറിയുടെ സെയിൽ നടന്നപ്പോൾ ബ്രോക്കറേജ് പേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ എമൗണ്ട് ഓഫ് ബ്രോക്കറേജ് ഇസ്
10,000 rupees. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെല്ലിംഗ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ലെസ് ചെയ്ത് നെറ്റ് സെയിൽ കൺസിഡറേഷൻ കണ്ടെത്തണം. ഇവിടെ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ജുവലറി എന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ തന്നെയാണ്. സോ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ജുവലറി ആയ 10,10,000 rupeesൽ നിന്നും ബ്രോക്കറേജ് ഓൺ സെയിലായ 10,000 rupees ലെസ് ചെയ്യണം. ദെൻ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ ആൻഡ് ദ എമൗണ്ട് ഇസ് 10 lakhs rupees. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മിസ്റ്റർ എ ഈ ജ്വല്ലറി പർച്ചേസ് ചെയ്തത് 25th May 2002 എന്ന ഡേറ്റിനാണ്. ആൻഡ് ഈ ജ്വല്ലറി സെയിൽ നടക്കുന്നത് 15th June 2019 എന്ന ഡേറ്റിനാണ്. സോ 36 monthsൽ കൂടുതൽ മിസ്റ്റർ എ ഈ ജ്വല്ലറി ഹെൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അറൈസ് ചെയ്യുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. സോ നെറ്റ് സെയിൽ കൺസിഡറേഷനിൽ നിന്നും ഇവിടെ ലെസ് ചെയ്യേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. ഇതിൽ ജ്വല്ലറിയുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 94,500 rupees ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദി ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് എന്ന് പറയുന്നത് അസറ്റ് സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്. അസറ്റിൻ്റെ സെയിൽ നടന്നത് 2019-20 എന്ന ഇയറിലാണ്. ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 289 ആണ്. ആൻഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ലേറ്റർ. അതായത് അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സോ അല്ലെങ്കിൽ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സോ, ഈ രണ്ടിൽ ഏതാണോ ലേറ്റർ വരുന്നത് ആ ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. ഇവിടെ അസറ്റ് ഹെൽഡ് ചെയ്തത് 2002 എന്ന ഇയറിലാണ്, 2002-03 എന്ന ഇയറിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ എടുക്കേണ്ട കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2002-03 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 105 ആണ്. ബിക്കോസ് 1/4/2001 ഓർ അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വിച്ച് എവർ ഈസ് ലേറ്റർ. ഇതിൽ ലേറ്റർ വരുന്നത് 2002-03 ആണ്. സോ ആ ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത്. ആൻഡ് ഇത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല വരുന്നത്: 94,500 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 105. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കംസ് ടു rupees 2,60,100. ഓക്കെ, നെറ്റ് സെയിൽ കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. സോ ഇവിടെ നെറ്റ് സെയിൽ കൺസിഡറേഷനായ 10 lakhs rupeesൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായ 2,60,100 rupees ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ട് 7,39,900 rupees ആണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജ്വല്ലറിയുടെ സെയിൽ നടന്നപ്പോൾ റിസീവ് ചെയ്ത കൺസിഡറേഷൻ റെസിഡൻഷ്യൽ ഹൗസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ സെക്ഷൻ 54F പ്രകാരമുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ എക്സംഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആണോ നോക്കാം. അസസി ഒരു ഇൻഡിവിജ്വലോ HUFO ആയിരിക്കണം. ഇവിടെ അസസി ഒരു ഇൻഡിവിജ്വൽ ആണ്. ആൻഡ് അസസി റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത മറ്റൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ട്രാൻസ്ഫർ നടക്കുന്ന ഡേറ്റ് ആയ 15th June 2019 അസസി ഒരു റെസിഡൻഷ്യൽ ഹൗസ് ആണ് ഓൺ ചെയ്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ചെയ്തിട്ടില്ല. ആൻഡ് അസസി സെക്ഷൻ 54Fൽ പറയുന്ന കണ്ടീഷൻ പ്രകാരം ട്രാൻസ്ഫർ നടക്കുന്നതിന് മുൻപുള്ള 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള 2 വർഷത്തിനുള്ളിലോ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയോ വേണം. ഇവിടെ അസസി ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ സെക്ഷൻ 54F പ്രകാരമുള്ള കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആണ്. സെക്ഷൻ 54F പ്രകാരമുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ എക്സംഷൻ ക്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്: പുതിയതായി പർച്ചേസ് ചെയ്ത റെസിഡൻഷ്യൽ ഹൗസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് കൺസിഡറേഷൻ്റെ എമൗണ്ടിനേക്കാളും കുറവല്ല എങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിനും എക്സംഷൻ ലഭിക്കും. ഇൻ കേസ് പർച്ചേസ് ചെയ്ത പുതിയ റെസിഡൻഷ്യൽ ഹൗസിൻ്റെ കോസ്റ്റ് നെറ്റ് കൺസിഡറേഷനേക്കാളും കുറവാണ് എങ്കിൽ എക്സംഷൻ്റെ എമൗണ്ടും പ്രപ്പോർഷനേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഇവിടെ
15th December 2019 പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തത് 5 lakhs റുപ്പീസിനാണ്. സോ ഇവിടെ പുതിയതായി പർച്ചേസ് ചെയ്ത റെസിഡൻഷ്യൽ ഹൗസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽ കൺസിഡറേഷനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 54F പ്രകാരം ക്യാപിറ്റൽ ഗെയിനിന് ലഭിക്കുന്ന എക്സംഷനും പ്രപ്പോർഷനേറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെക്ഷൻ 54F പ്രകാരമുള്ള എക്സംഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആ കാൽക്കുലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. പുതിയ റെസിഡൻഷ്യൽ ഹൗസിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 5 lakhs റുപ്പീസ് ഇൻറ്റു ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് ആയ 7,39,900 റുപ്പീസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ കൺസിഡറേഷൻ ആയ 10 lakhs ആൻഡ് ദ എമൗണ്ട് ഓഫ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54F കംസ് ടു റുപ്പീസ് 3,69,950. ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് ആയ 7,39,900 റുപ്പീസിൽ നിന്നും എക്സംഷൻ അണ്ടർ സെക്ഷൻ 54F ആയ 3,69,950 റുപ്പീസ് ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എമൗണ്ട് ഓഫ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ദാറ്റ് ഈസ് റുപ്പീസ് 3,69,950. ഓക്കെ, ഇനി രണ്ട് സിറ്റുവേഷൻസ് കൂടി തന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസിലുള്ള ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിനും ഏത് ഇയറിലേക്കാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് കണ്ടെത്താനുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 50th June 2022 മുൻപായി മിസ്റ്റർ എ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വിൽക്കുകയാണ് എങ്കിൽ ആ കേസിലുള്ള ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് ആൻഡ് ഏത് ഇയറിലാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആകുന്നത് അത് നമുക്ക് നോക്കാം. സെക്ഷൻ 54F പ്രകാരം പുതിയതായി അക്വയർ ചെയ്ത റെസിഡൻഷ്യൽ ഹൗസ് അതിൻ്റെ പർച്ചേസോ കൺസ്ട്രക്ഷനോ കഴിഞ്ഞുള്ള 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ട്രാൻസ്ഫർ ചെയ്താൽ ഒറിജിനൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എക്സംപ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ ഏത് വർഷമാണോ ഈ പുതിയ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. So if Mr. A sells the new house before 50th December 2022, then rupees 3,69,950 being the exemption granted under section 54F will be treated as long-term capital gain for the year in which the house is sold. അതായത് ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ എ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്തത് 15th December 2019 ആൻഡ് 15th December 2022 ആകുമ്പോഴേ 3 years ആകുകയുള്ളൂ. ആൻഡ് ഈ 15th December 2022 മുൻപായി, അതായത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് 3 വർഷത്തിന് മുൻപായി അസസ് ഈ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്താൽ സെക്ഷൻ 54F പ്രകാരം ക്യാപിറ്റൽ ഗെയിന് അലോ ചെയ്ത എക്സംഷൻ്റെ എമൗണ്ട് ആയ റുപ്പീസ് 3,69,950 ഏത് വർഷമാണോ ഈ ന്യൂ ഹൗസ് സെയിൽ നടത്തുന്നത് ആ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മിസ്റ്റർ എ 15th June 2021 മുൻപായി മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 15th June 2022 മുൻപായി മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിൽ ആ കേസിൽ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് എത്രയായിരിക്കും ആൻഡ് ഏത് ഇയറിലായിരിക്കും ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ ആകുന്നത്? നമ്മൾ സെക്ഷൻ 54Fൻ്റെ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപുള്ള 1 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള 2 വർഷത്തിനുള്ളിലോ പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിന് ശേഷമുള്ള 3 വർഷത്തിനുള്ളിലോ ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയോ വേണം. ആൻഡ് ഈ കണ്ടീഷൻ പ്രകാരമുള്ള ഹൗസ് അല്ലാതെ മറ്റൊരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് ഈ പറഞ്ഞ 2 ഇയേഴ്സിനോ 3 ഇയേഴ്സിനോ ഉള്ളിൽ പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിൽ സെക്ഷൻ 54F പ്രകാരം എക്സംപ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ ഏത് ഇയറിലാണോ ഈ അതർ റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്തത് ആ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 15th June 2019 15th June 2021 ആകുമ്പോൾ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ് 2 ഇയേഴ്സ് ആകും. 15th June 2022 ആകുമ്പോൾ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ് 3 ഇയേഴ്സ് ആകും. സോ ഇഫ് മിസ്റ്റർ എ പർച്ചേസസ് എനി അതർ റെസിഡൻഷ്യൽ ഹൗസ് ബിഫോർ 15th June 2021 ഓർ കൺസ്ട്രക്ട്സ് എനി അതർ റെസിഡൻഷ്യൽ ഹൗസ് ബിഫോർ 15th June 2022, then rupees 3,69,950 being exemption under section 54F will be deemed to be long term capital gain for the year in which another house is purchased or constructed.
അതായത് മിസ്റ്റർ എ ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള 2 വർഷത്തിന് മുൻപായി, അതായത് 15th June 2021 മുൻപായി മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള 3 വർഷത്തിന് മുൻപായി, അതായത് 15th June 2022 മുൻപായി മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ സെക്ഷൻ 54F പ്രകാരം എക്സംപ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് ആയ ₹3,69,950 ഏത് ഇയറിലാണോ ഈ മറ്റൊരു ഹൗസ് പർച്ചേസ് ചെയ്യുകയോ കൺസ്ട്രക്റ്റ് ചെയ്യുകയോ ചെയ്തത് ആ ഇയറിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ട് ഡീം ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. ക്വസ്റ്റ്യനിൽ ചോദിച്ചതുപോലെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്തു. 2 സിറ്റുവേഷനിലുള്ള ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസും ഏത് ഇയറിലാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ ആകുന്നത് എന്നുള്ളതും നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. താങ്ക് യു.